പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ കർത്താവെ, ഇന്നേ ദിനം നീ നൽകിയ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തരും അങ്ങ് നൽകിയ കഴിവുകളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് താലന്തുകളുടെ ഉപമയാണ്. ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഓരോരുത്തർക്കും അവരുടെ കഴിവുകളനുസരിച്ച് അവർക്ക് താലന്തുകൾ നൽകി. ഒരുവന് 5 താലന്ത്, വേറൊരു 2, വേറൊരു 1. തിരികെ വരുമ്പോൾ അവൻ കണക്ക് ചോദിക്കുമ്പോൾ 5 ലഭിച്ചവൻ 5 കൂടി, 2 ലഭിച്ചവൻ 2 കൂടി, 1 ലഭിച്ചവൻ വിമർശിക്കുകയാണ്, നീ വയ്ക്കാത്തടത്തുനിന്ന് എടുക്കുന്നവന്. അതുപോലെ തന്നെ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനുമാണെന്ന് ഞാൻ അറിഞ്ഞ്, അതുകൊണ്ട് നിൻ്റെ പണം മണ്ണിൽ ഞാൻ കുഴിച്ചിട്ടു. അപരന് കൊടുത്തതിലുള്ള വിദ്വേഷമായിരിക്കണം, തന്നേക്കാൾ കൂടുതൽ കൊടുത്തതിലുള്ള വിദ്വേഷമായിരിക്കണം, അതല്ലെങ്കിൽ യജമാനനെക്കുറിച്ചുള്ള ഭയമായിരിക്കണം അവനിപ്രകാരം ചെയ്തു. യജമാനൻ ചോദിക്കുന്നുണ്ട്, ഈ പണം നീ പലിശയ്ക്കെങ്കിലും ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ പലിശയെങ്കിലും കിട്ടുമില്ലായിരുന്നു. ഇവനെ നരകത്തിലേക്ക് തള്ളുവാനായിട്ടാണ്. നമുക്കൊക്കെ പലപ്പോഴും ദൈവം തരുന്നതിലല്ല, തരാതിരുന്നതിലും അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടുതൽ കൊടുത്തതിലുമുള്ള അസൂയയാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്നത്. ഇന്ന് പ്രത്യേകിച്ചും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമാണ്, നമുക്കിഷ്ടമില്ലാത്ത തൊടുന്നവരൊക്കെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഒരു മനോഭാവം. അല്ലെങ്കിൽ നമ്മുടെ അധികാരിയെ നമുക്കിഷ്ടമില്ലെങ്കിൽ അവൻ പറയുന്നതൊന്നും നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുന്നൊരു രീതി. നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ചെയ്യാൻ നമുക്കവരെ ഇഷ്ടമല്ലെങ്കിൽ ഒരു മനസ്സും കാണും. ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്നെ ഏൽപ്പിക്കുന്ന കടമകൾ നീ ചെയ്യുക. അതിൽ നേട്ടമോ കോട്ടമോ സംഭവിക്കാം, പക്ഷേ നിന്നെ ഏൽപ്പിച്ച ജോലിയാണ് നീ ചെയ്യേണ്ടത്. നല്ല ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അറിയുന്നു, പലപ്പോഴും ഏൽപ്പിച്ച ജോലികളിൽ വീഴ്ചകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അവസരങ്ങളാണ്. ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് നിൻ്റെ കൃപയാൽ നിറച്ച് ശക്തിപ്പെടുത്തണമേ. നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിച്ച് കൂടുതൽ കൂടുതൽ നിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ, നീ ഏൽപ്പിക്കുന്ന കടമകളൊക്കെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും അവരെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാനും അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പുതിയൊരു പ്രഭാതവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ കർത്താവെ, ഇന്നേ ദിനം നീ നൽകിയ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തരും അങ്ങ് നൽകിയ കഴിവുകളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് താലന്തുകളുടെ ഉപമയാണ്. ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് ഓരോരുത്തർക്കും അവരുടെ കഴിവുകളനുസരിച്ച് അവർക്ക് താലന്തുകൾ നൽകി. ഒരുവന് 5 താലന്ത്, വേറൊരു 2, വേറൊരു 1. തിരികെ വരുമ്പോൾ അവൻ കണക്ക് ചോദിക്കുമ്പോൾ 5 ലഭിച്ചവൻ 5 കൂടി, 2 ലഭിച്ചവൻ 2 കൂടി, 1 ലഭിച്ചവൻ വിമർശിക്കുകയാണ്, നീ വയ്ക്കാത്തടത്തുനിന്ന് എടുക്കുന്നവന്. അതുപോലെ തന്നെ
വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനുമാണെന്ന് ഞാനറിഞ്ഞ് അതുകൊണ്ട് നിൻ്റെ പണം മണ്ണിൽ ഞാൻ കുഴിച്ചിട്ടു. അപരന് കൊടുത്തതിലുള്ള വിദ്വേഷമായിരിക്കണം, തന്നേക്കാൾ കൂടുതൽ കൊടുത്തതിലുള്ള വിദ്വേഷമായിരിക്കണം, അതല്ലെങ്കിൽ യജമാനനെക്കുറിച്ചുള്ള ഭയമായിരിക്കണം അവനിപ്രകാരം ചെയ്തു. യജമാനൻ ചോദിക്കുന്നുണ്ട്, ഈ പണം നീ പലിശയ്ക്കെങ്കിലും ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അതിൻ്റെ പലിശയെങ്കിലും കിട്ടുമില്ലായിരുന്നു. ഇവനെ നരകത്തിലേക്ക് തള്ളുവാനായിട്ടാണ്. നമുക്കൊക്കെ പലപ്പോഴും ദൈവം തരുന്നതിലല്ല, തരാതിരുന്നതിലും അല്ലെങ്കിൽ മറ്റുള്ളവന് കൂടുതൽ കൊടുത്തതിലുമുള്ള അസൂയയാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും അസ്വസ്ഥപ്പെടുന്നത്. ഇന്ന് പ്രത്യേകിച്ചും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമാണ്, നമുക്കിഷ്ടമില്ലാത്ത തൊടുന്നവരൊക്കെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഒരു മനോഭാവം. അല്ലെങ്കിൽ നമ്മുടെ അധികാരിയെ നമുക്കിഷ്ടമില്ലെങ്കിൽ അവൻ പറയുന്നതൊന്നും നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുന്നൊരു രീതി. നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് ചെയ്യാൻ നമുക്കവരെ ഇഷ്ടമല്ലെങ്കിൽ ഒരു മനസ്സും കാണും. ഇന്ന് കർത്താവ് പറയുകയാണ്, നിന്നെ ഏൽപ്പിക്കുന്ന കടമകൾ നീ ചെയ്യുക. അതിൽ നേട്ടമോ കോട്ടമോ സംഭവിക്കാം, പക്ഷേ നിന്നെ ഏൽപ്പിച്ച ജോലിയാണ് നീ ചെയ്യേണ്ടത്. നല്ല ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അറിയുന്നു പലപ്പോഴും ഏൽപ്പിച്ച ജോലികളിൽ വീഴ്ചകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അവസരങ്ങളാണ്. ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് നിൻ്റെ കൃപയാൽ നിറച്ച് ശക്തിപ്പെടുത്തണമേ. നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിച്ച് കൂടുതൽ നിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ, നീ ഏൽപ്പിക്കുന്ന കടമകളൊക്കെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകണമേ. അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും അവരെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാനും അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.